അപ്പോൾ നമ്മൾ വുളൂവിൻ്റെ പ്രാക്ടിക്കൽ കാണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയത്ത് ചെയ്തു. നമ്മൾ കൈ കഴുകൽ കഴിഞ്ഞു. ഇനി മിസ്വാക്കാണ്. മിസ്വാക്ക് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കോലം കാണിച്ചു തരാം. മിസ്വാക്ക് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയിരുന്നത് വലഭാഗത്തു നിന്ന്. മിസ്വാക്ക് കഴിഞ്ഞു. അറാക്കിൻ്റെ ഉപയോഗം ഇങ്ങനെ ഇതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ തന്നെ. ഇനി നമുക്ക് മൽമലത്ത് ഇസ്തിൻഷാക്കാണ്. ഒരു വട്ടം കഴിഞ്ഞു. മൽമലത്ത് ഇസ്തിൻഷാക്ക് ഇതാ വീണ്ടും. നോമ്പായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും കൂടി വായിലും കയറ്റ, മൂക്കിൽ ഈ വെള്ളം വായിൽ കയറിയതിന് ശേഷം നല്ലോണം അങ്ങോട്ട് കയറുക. എന്നിട്ട് വായിൽ ചുറ്റി അടിച്ചതിന് ശേഷം വായിൽ കുപ്പിടിക്കുക. 2 നോമ്പല്ലായിരുന്നെങ്കിൽ നമ്മൾ നേരെ ശക്തിയായി വലിക്കുക. അതേപോലെ തന്നെ വായിൽ നല്ലോണം കുപ്പിളിക്കുകയും ചെയ്യാം. ഇപ്പോൾ മൽമലത്തും കഴിഞ്ഞു, ഇസ്തിൻഷാക്കും കഴിഞ്ഞു. ഇനി അടുത്തത് മുഖം കഴിക്കുക. വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയത്ത് ചെയ്യാം. മുടി മുളക്കുന്ന സ്ഥലം മുതൽ ഇവിടെ വരെയാണ്. എന്നിട്ട് അതൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഒരല്പം മുകളിലേക്ക് കയറ്റുക. ഇത് ഈ ഭാഗമടക്കം ഈ കഴുത്തിൻ്റെ 2 ഇതടക്കം. രണ്ടാമത്തെ തവണ ശ്രദ്ധിച്ചോളൂ. താടി ഉണ്ടെങ്കിൽ വലത്തെ കൈ കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടിയെ തിക്കകറ്റിയിരുന്നത്. ഉണ്ടെങ്കിൽ ഒന്നും കൂടെ. മുഖം കഴുകൽ അവസാനിച്ചു. ഇന്നത് കൈ കഴുകല. ഇന്നത്തെ തല തടവല. തല തടലിന് ഒന്ന് തൊപ്പി അല്ലെങ്കിൽ തലയെക്കെട്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റുബഅ ഖദർ തടഞ്ഞതിന് ശേഷം ബാക്കി അതിന്മേൽ തടഞ്ഞാലും മതിയാകും. ഇതാണൊരവസ്ഥ. ഒരവസ്ഥ രണ്ടും കൂടി നീക്കി ചെയ്തിട്ട് എന്നാലും അസ്ർ സുന്നത്ത് ലഭിക്കും. ചില ആളുകൾ തലയെക്കെട്ട് ഒന്നിങ്ങനെ എടുത്തു വെക്കും, കണ്ടിട്ടില്ലേ? തലക്കെട്ട് ഒന്നൊരല്പം നീക്കി വെക്കും. തലക്കെട്ടിലാണ് ആ ശക്തി ആ സുന്നത്ത്, ഒരല്പം നീക്കി വെച്ചു. എന്നിട്ട് റുബഅ ഖദർ
തടഞ്ഞു, ബാക്കി അതിൻ്റെ മേലെ ഇങ്ങനെ കൊണ്ടുവന്നാലും എന്ത് കിട്ടും? പൂർത്തിയായി തടഞ്ഞ സുന്നത്ത് കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് അതാണ് ഏറ്റവും പൂർണ്ണമായ അവസ്ഥ. മുടിയുണ്ടെങ്കിൽ, മുടിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇത് മാത്രം മതി. മുടിയുള്ളവരാണെങ്കിൽ ഓരോ തവണയും വേറെ വേറെ വെള്ളമെടുക്കണം. അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു ഈ അമലുകളിലൊക്കെ കൊണ്ടുവരികയും വേണം. ഇനിയുള്ള ചെവി തടവല. ചെവി തടവിൻ്റെ രീതി അതാണ് ഒരു തവണ. മുകളിലേക്ക് കൊണ്ടുപോയി താഴത്തെ കൊണ്ടുപോവുക, മുകളിലേക്ക് കൊണ്ടുപോയി താഴത്തെ കൊണ്ടുപോവുക, മുകളിലേക്ക് കൊണ്ടുപോയി താഴത്തെ കൊണ്ടുപോവുക. ഇപ്പം 3 തവണയായി. ഇനിയുള്ള കാല് കഴുകല. ഇടത്തതിൻ്റെ ചെറുവിരൽ കൊണ്ട് എല്ലാം ചിക്കകറ്റുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മടമ്പിൽ എന്തെങ്കിലും പൊട്ടോ മുറിയുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി സൂക്ഷിക്കണം. വുളൂ കഴിഞ്ഞു, പൂർത്തിയായി. വറഫഅ ബസറഹു വയദൈഹി ഇലസ്സമാ, നേരെ മുകളിലേക്ക് ഉയർത്തുക. അതിങ്ങനെ നോക്കിയാൽ പോരാ. വറഫഅ ബസറഹു വയദൈഹി, അവൻ്റെ ദൃഷ്ടിയെ ഉയർത്തുക. വയദൈഹി, 2 കൈയിനെയും. കൈയിനെ കൂട്ടിപ്പിടിക്കുകയും പറ്റും, നിവർത്തി പിടിപ്പിക്കുകയും പറ്റും. നേരത്തെ ഒരാൾ ചോദിച്ചു, 2 അവസ്ഥയുണ്ട്, 2 പറ്റും. ഈ 2 കൈയിനെയും നിവർത്തി പിടിക്കുന്ന ഒരാൾ പരിധി വിടാതിരിക്കുക. കൂട്ടിപ്പിടിക്കുകയും ചെയ്യുക, നിവർത്തി പിടിക്കുകയും ചെയ്യുക. എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഒറ്റ തവണയേ സുന്നത്തുള്ളൂ. സല്ലല്ലാഹു വസല്ലം അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലൈഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സ്വലാത്ത് മാത്രം പോരാ. യുസന്നു അസ്സലാത്തു വസ്സലാമു, 2 സുന്നത്തുണ്ട്. അപ്പോൾ 2 ഉള്ളതായിരിക്കണം കൊണ്ടുവരേണ്ടത്. ചില സ്വലാത്തിൽ എന്തുണ്ടാവില്ല? സ്വലാത്ത് ഉണ്ടാവും, സലാം ഉണ്ടാവില്ല. ഇവിടെ 2 സുന്നത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത് നമ്മൾ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ദൃഷ്ടിയെയും താഴ്ത്തി, കണ്ണിനെയും താഴ്ത്തി. ഇനി സലാസൻ. ആരോ ചോദിച്ചു 1 വട്ടം പോരെ? എത്ര വട്ടം തന്നെ വേണം? 3 വട്ടം തന്നെ വേണം. ഓരോ അവസ്ഥയിലും അവൻ്റെ ദറജ അധികരിക്കുമെന്ന് ചില കിതാബുകളിൽ കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر
ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. കഴിഞ്ഞു. ഇനി ഈ സലാത്ത് സലാമിന് ശേഷം ഇതിന് ശേഷം അവൻ എന്ത് ചെയ്യാം? വയദഉ മാ ശാഅ. എന്തുകൊണ്ട്? സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി തുറന്നു വെക്കും. എന്തും അവനിൽ നിന്ന് ആ സമയം ഉള്ളിലേക്ക് പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിലേക്കുള്ള വാതിലോനെ തുറന്നു വെക്കും. നീ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തോടി അതിനുശേഷം ഒരു യസീറായ ദുആ നടത്തുകയാണെങ്കിൽ അതിലും തെറ്റല്ല. എന്തുകൊണ്ട്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്റിന് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു എന്ത്? അത് രാവിലെ വാഹനത്തിലേക്കാണ് ചാവി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 3 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അത് എല്ലാവിധ എന്തുകൊണ്ട്? സലാമുൻ ഹിയ. അതൊരു വലിയ ഫലമാണ്, ഭയങ്കര ഫലമുണ്ടാവും. ഒരാൾ പെട്ടിയുമെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ, ഒരു വഴിക്ക് വലിയ ദീർഘമായ യാത്ര ചെയ്യാം. ഒരു ദീർഘമായ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫാത്തിഹ 3, ആയത്തുൽ കുർസി 3, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ 3. അങ്ങനെ 3 ഉണ്ടായാൽ റാഹത്തോടു കൂടി അല്ലാതെ തിരിച്ചു വരില്ല. അല്ലാഹുമ്മ അഹ്ഫദ്നി, എന്നെ നീ സംരക്ഷിക്കണമേ. വഹ്ഫദ് മാ മഅ, എൻ്റെ കൂടെയുള്ള സാധനത്തെയും സംരക്ഷിക്കണമേ, എൻ്റെ വാഹനത്തെ ഒക്കെ എന്ന നിയത്ത്. അപ്പോൾ വുളൂ ചെയ്തപ്പോൾ ദുആ കഴിഞ്ഞു, കൂട്ടത്തിൽ പറഞ്ഞാൽ പോയതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേഗം എന്ത് ചെയ്യണം? വുളൂഇൻ്റെ 2 റക്അത്ത് നിസ്കരിക്കണം. ആ നിസ്കാരത്തിലെ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തായ വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. റുകൂഇലേക്ക് പോയി വീണ്ടും 2-ാമത്തെ റക്അത്തിൽ വന്നു. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമാ. ഇതൊരായത്താണ് നിസായിലെ 110. ആ കഴിഞ്ഞ 2 ഖഫീഫത്തായ 2 റക്അത്ത് നിസ്കാരവും കഴിഞ്ഞാൽ ഫയദുല്ലാഹ മാ ശാഅ. ജീവിതം മുഴുവനും ദുആയാണ്. ഏത് സാധനത്തിൻ്റെ അവസാനം എന്തിനെ കൊണ്ടേക്കണം? ദുആ. എല്ലാത്തൊന്നും ഇല്ല. അമൽ മോശമായാലും ദുആ മോശമാവില്ല. ഹംദ് സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിക്ക് എന്തിലേക്ക് കയറാം? ഏത് ഭാഷ എന്നില്ല. പക്ഷെ ഇപ്പം നിസ്കാരം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ ഒരാൾ ചോദിച്ചു മലയാളത്തിലായാലും അത് പറ്റൂല. മലയാളത്തിൽ ദുആ ചെയ്യാം, പക്ഷെ അത് മനസ്സുകൊണ്ട് ദുആ ഉൽ ഖൽബി ആയിരിക്കണം. നിസ്കാരത്തിലും പറ്റും ദുആ ഉൽ ഖൽബി. വാക്ക് ഒരക്ഷരം പുറത്തേക്ക് വരരുത്. അറബി അല്ലാത്തൊരു ഭാഷയിൽ എന്തില്ല? നിസ്കാരമില്ല. ഖഫീഫത്തായ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞു. ആ നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ എനിക്ക് എന്തും ചോദിക്കാം, എത്രയും ചോദിക്കാം. എന്തിനാണ് അവസാനിക്കേണ്ടത്? എന്തും ദുആയിൽ. നിങ്ങൾ മസ്ജിദുൽ ഹറമിൽ കയറിയാൽ തവാഫ് ചെയ്യുക എന്നുള്ളതാണ് സുന്നത്ത്. നിങ്ങൾ ഉംറയിലാണ്. ഉംറയിൽ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൽ കയറിയാൽ എന്ത് ചെയ്യണം? വേറിട്ട് തവാഫ് ചെയ്യണം. ഉംറയിലായാലോ നിങ്ങൾക്ക് എന്തിൻ്റെ ഉള്ളിൽ തവാഫുണ്ട്? മസ്ജിദുൽ ഹറാമിൽ ഒരു മുഅ്തമിർ, ഒരു ഉംറ ചെയ്യുന്ന ആൾ മസ്ജിദുൽ ഹറാമിൽ കയറിയാൽ അയാൾ ചെയ്യേണ്ടത് എന്താ? തവാഫാണല്ലോ. ഇപ്പോൾ അയാൾ ചെയ്തത് റുക്കിനായ തവാഫാണ്. പക്ഷേ റുക്കിനായ തവാഫ് മതി, ഹക്ക് വീട്ടുകയെന്നാണ്. പള്ളിയിൽ കയറിയ പള്ളിയുടെ ഹക്ക് വീട്ടുക. മസ്ജിദുൽ ഹറാമിൽ കയറിയാൽ മസ്ജിദുൽ ഹറാമിൻ്റെ ഹക്ക് വീട്ടുക. ഈ ഹക്ക് വീട്ടുന്ന ഈ സാധനത്തെ ഒരുപാട് കാര്യം അതിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പ്രശ്നവും ഇല്ല. ഒരാൾ വുളൂ ചെയ്തു കയറി, എന്നിട്ട് അയാൾ തഹിയ്യത്തും നിസ്കരിച്ചു. വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്തിനെയും തഹിയ്യത്തായ 2 റക്അത്തിനെയും ളുഹായിൽ നിന്നുള്ള 2 റക്അത്തിനെയും ഞാൻ വീട്ടുന്നു നിയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്തു? 2 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് ളുഹാന്റെ 2 റക്അത്തുമായി, തഹിയ്യത്തിന് 2 റക്അത്തുമായി, വുളൂഇന്റെ 2 റക്അത്തും. ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ജമാഅത്ത് നടക്കുകയാണ്. പള്ളിയുടെ തഹിയ്യത്ത് പള്ളിക്ക് നിസ്കരിക്കുക എന്നുള്ളതാണ്. പള്ളി കയറിയ സൊറ പറഞ്ഞിരിക്കാൻ പാടില്ല. പള്ളിയുടെ ഹക്ക് പള്ളിക്ക് വേഗം എന്ത് കൊടുക്കണം? അതിന് ഫർളിലേക്ക് കയറി ഒരു തെറ്റുമില്ല. പക്ഷെ നിന്റെ നിയ്യത്തിൽ അത് വരണം, തഹിയ്യത്ത് വരണമെന്നേ ഉള്ളൂ. ഇവിടെ ഫർളായ തവാഫാണല്ലോ എന്തിന് പകരമായത്? സുന്നത്തായ തവാഫിന് പകരമായത്. പള്ളി കയറിയാൽ മസ്ജിദുൽ ഹറാമിൽ കയറിയാൽ അവിടെ എന്താ ഉള്ളത്? സുന്നത്തായ തവാഫ് ചെയ്യണമെന്നല്ലേ? ഫർള് കൊണ്ട് എന്ത് വീട്ടി? സുന്നത്തായ മതി, ഒരു പ്രശ്നമല്ല. പള്ളി കയറി നിസ്കരിച്ചോളണം. ഇപ്പോൾ ഒരാൾ പള്ളി കയറി ഇരുന്നു, എന്ത് കഴിഞ്ഞു? തഹിയ്യത്ത് കഴിഞ്ഞു. ഇനി തഹിയ്യത്തില്ല. പള്ളി കയറി വുളൂ ചെയ്തുകൊണ്ടാണ് കയറിയത്.
2 റക്അത്ത് നിസ്കരിക്കാതെ ഇരുന്നാൽ എന്ത് കഴിഞ്ഞു? തഹയ്യത്തും കഴിഞ്ഞു, ഉളൂഹ് സുന്നത്തും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ അരിഫു, അവർ അറിഞ്ഞപ്പോൾ അളമത്തെ തഹയ്യത്തിന്റെ അളമത്തിനെ അവർ മനസ്സിലാക്കിയപ്പോൾ അവർ പള്ളിക്കാരും എന്ത് ചെയ്യും? തഹയ്യത്തും ഉളൂഹിന്റെ സുന്നത്തും കൂടി നിസ്കരിക്കും. സുമ്മ യഖ്റുജു, പിന്നെ ആ സ്വഹാബി പുറത്തേക്ക് പോവും. പള്ളിൻ്റെ പുറത്ത് പോയാൽ ഇനി അയാൾക്ക് വീണ്ടും എന്തുണ്ട്? തഹയ്യത്തുണ്ട്. പള്ളിയിൽ നിന്നാണ് ഇറങ്ങിയ പരിധി കഴിഞ്ഞു. ജിബിടുക്കിറങ്ങി, ഇതെന്തല്ല പള്ളിയല്ല. അപ്പോൾ ഇവിടുക്കിറങ്ങനോടുകൂടെ പള്ളി അവസാനിച്ചു. പള്ളിൻ്റെ പുറത്ത് പോയ ഒരാൾ പള്ളിക്ക് ചവിട്ടിയാൽ ഓൻ എന്തുണ്ട്? തഹയ്യത്തുണ്ട്. ഏതുപോലെ ഒരാളെ കണ്ടുമുട്ടിയാൽ സലാം പറയണം. വർത്താനം പറഞ്ഞു പോകുന്നതിനിടയിൽ ഇതാ ഹാലത്ത് ബൈനഹുമാ ഹജറുൻ ഔ ഷജറുൻ, രണ്ടാളും വർത്താനം പറഞ്ഞു പോകുന്നതിനിടയിൽ ഒരു മരോ കല്ലോ മറയിട്ടാൽ സുമ്മൽ തഖയാ, പിന്നെ രണ്ടാളും ആ മരത്തിൻ്റെ അപ്പുറത്തുനിന്ന് കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റൊരാൾക്ക് സലാം പറ സുന്നത്തുണ്ട്. ഒന്നും വിട്ടിയാൽ മതി. ഇതൊക്കെ ദീനിൻ്റെ വിശാലതയാണ്. ഇബാദിന് കൂലി കിട്ടുക, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി ദീന് കാണിച്ച ഒരു വിശാലതയാണ്.